അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എദോം എന്ന യേശാവിന്റെ വംശപാരമ്പര്യമാവിത്. യേശാവ് ഹിത്യനായ ഏലോന്റെ മകൾ ആദ, ഹിവ്യനായ സെബയോന്റെ മകളായ അനയുടെ മകൾ ഒഹൊലീബ എന്നീ കനാന്യ കന്യകമാരെയും ഇശ്മായേലിന്റെ മകളും ബയോത്തിന്റെ സഹോദരിയുമായ ബാസ്മത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദാം യേശാവിനു എലിഫാസിനെ പ്രസവിച്ചു. ബാസ്മത്ത് രെയൂവേലിനെ പ്രസവിച്ചു. ഒഹൊലീബാമ യെയൂശിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ യേശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ യേശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്തുനിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിനു അവരെ വഹിച്ചുകൂടാതെയിരുന്നു. അങ്ങനെ എദോം എന്നും പേരുള്ള യേശാവ് സെയീർ പർവ്വതത്തിൽ കൂടിയിരുന്നു. സെയീർ പർവ്വതത്തിലുള്ള എദോമിയരുടെ പിതാവായ യേശാവിന്റെ വംശപാരമ്പര്യമാവിത്. യേശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: യേശാവിന്റെ ഭാര്യയായ ആദിയുടെ മകൻ എലീഫാസ്, യേശാവിന്റെ ഭാര്യയായ ബാസ്മത്തിന്റെ മകൻ രെയൂവേൽ. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗഥാം, കെനേസ്. തിമ്ന എന്നവൾ യേശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിനു അമേലേക്കിനെ പ്രസവിച്ചു. ഇവർ യേശാവിന്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ. രെയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സെറഹ്, ശമ്മ, മിസ. ഇവർ യേശാവിന്റെ ഭാര്യയായ ബാസ്മത്തിന്റെ പുത്രന്മാർ. സെബയോന്റെ മകളായ അനയുടെ മകൾ ഒഹൊലീബാമ എന്ന യേശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ, അവൾ യേശാവിന് യെയൂശ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. യേശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ, യേശാവിന്റെ ആദ്യജാതൻ എലീഫാസിന്റെ പുത്രന്മാർ: തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനേസ് പ്രഭു, കോരഹ് പ്രഭു, ഗഥാം പ്രഭു, അമാലേക് പ്രഭു. ഇവർ ഏദോം ദേശത്തു എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദയുടെ പുത്രന്മാർ. യേശാവിന്റെ മകനായ രെയൂവേലിന്റെ പുത്രന്മാർ ആരെന്നാൽ, നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ശമ പ്രഭു, മിസ പ്രഭു. ഇവർ ഏദോം ദേശത്തു രെയൂവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ യേശാവിന്റെ ഭാര്യ ബാസ്മത്തിന്റെ പുത്രന്മാർ. യേശാവിന്റെ ഭാര്യയായ ഒഹൊലീബാമയുടെ പുത്രന്മാർ ആരെന്നാൽ, യെയൂശ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനയുടെ മകളായ യേശാവിന്റെ ഭാര്യയായ ഒഹൊലീബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള യേശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരും ആകുന്നു. ഹോര്യനായ സേയീരിന്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വനിവാസികളായവർ ആരെന്നാൽ, ലോതാൻ, ശോബാൽ, സിബയോൻ, അന, ദീശോൻ, യേസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സേയീരിന്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോതാന്റെ സഹോദരി തിമ്ന. ശോബാലിന്റെ പുത്രന്മാരാരെന്നാൽ, അൽവാൻ, മാനഹത്ത്, ഏബാൽ, ശേഫോ, ഓനാം. സെബയോന്റെ പുത്രന്മാർ അയ്യാവും ആനാവും ആയിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹൊലീബാമയും ആയിരുന്നു. ദീശോന്റെ പുത്രന്മാരാരെന്നാൽ, ഹോദാൻ, എബ്ഷാൻ, യിത്രാൻ, ഖേരാൻ. യസേരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സോവാൻ, അഖാൻ. ദീശിന്റെ പുത്രന്മാർ ഊസും ആരാനുമായിരുന്നു. ഹോര്യ പ്രഭുക്കന്മാർ ആരെന്നാൽ, ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, സിബയോൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, യേസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സേയീർ ദേശത്തുവാണ് ഹോര്യ പ്രഭുക്കന്മാരാകുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏദോം ദേശത്തുവാണ് രാജാക്കന്മാരാരെന്നാൽ,
ബെയോരിന്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിനു ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബോസ്രാക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന്യദേശക്കാരനായ ഹൂശാം അവനു പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച ബെദേദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിനു അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ശൌൽ അവന് പകരം രാജാവായി. ശൌൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിനു പാവു എന്നു പേർ. അവന്റെ ഭാര്യയ്ക്ക് മഹേതബേൽ എന്നു പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകൾ ആയിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും യേശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്: തിമ്നാൻ പ്രഭു, അൽവാ പ്രഭു, യദേത് പ്രഭു, ഒഹിലീബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, ഖെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏദോമ്യ പ്രഭുക്കന്മാരാകുന്നു. ഏദോമ്യരുടെ പിതാവ് യേശാവ് തന്നെ.